പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനവിധി തേടാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് പത്രിക സമർപ്പിക്കാൻ മോദി എത്തിയത്. വാരാണസിയിൽ നിന്നാണ് മൂന്നാം ഊഴം തേടി മോദി പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. 11:40 മുതലാണ് പത്രിക സമർപ്പണ നടപടികൾ ആരംഭിക്കുന്നത് എന്നാണ് BJP നേതാക്കൾ അറിയിച്ചത്. കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം, പ്രാർത്ഥന, പൂജ എന്നിവ പൂർത്തിയാക്കിയതിനു ശേഷമാണ് മോദി പത്രിക സമർപ്പിക്കാനെത്തിയത്. മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും NDA നേതാക്കളും മുതിർന്ന BJP നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിരുന്നു. വാരാണസിയിലെ സാധാരണക്കാരെയാണ് പത്രികയിൽ ഒപ്പുവെക്കാൻ മോദി തെരഞ്ഞെടുത്തത്. ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ള ഒരു വ്യക്തി, OBC, ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ എന്നിവരാണ് മോദിയുടെ പത്രികയിൽ ഒപ്പുവെച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കാശിയുമായുള്ള എന്റെ ബന്ധം അത്ഭുതകരവും അഭേദ്യവും സമാനതകളില്ലാത്തതുമാണ്. അത് വാക്കുകളിലൂടെ വിവരിക്കാൻ കഴിയില്ല എന്നാണ് പത്രികാ സമർപ്പണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് മോദി ഔദ്യോഗിക X പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. 2014 മോദി ആദ്യമായി വാരാണസിയിൽ നിന്ന് ജനവിധി തേടിയത്. അന്ന് വാരാണസിക്കൊപ്പം വഡോദരയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നു. 2019 6,74,664 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വാരാണസിയിൽ നിന്നും വിജയിച്ചത്. ഇത്തവണ ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായിയാണ് വാരാണസിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. 7ാമത്തെയും അവസാനത്തെയും ഘട്ടമായ ജൂൺ 1 വാരാണസിയിൽ വോട്ടെടുപ്പ്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാരാണസിയിൽ ഇന്നലെ മോദിയുടെ 5 കിലോമീറ്ററോളം നീണ്ട റോഡ് ഷോ ഉണ്ടായിരുന്നു. അലങ്കരിച്ച വാഹനത്തിൽ മോദിക്കൊപ്പം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും BJP സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗും ഉണ്ടായിരുന്നു. കൈവീശിയും വിജയചിഹ്നം കാണിച്ചും ചിലയിടത്ത് കൈകൾ കൂപ്പി അനുഗ്രഹം തേടിയുമായിരുന്നു മോദിയുടെ റോഡ് ഷോ. 200-ലേറെ അമ്പലങ്ങൾക്കും 60 ആശ്രമങ്ങൾക്ക് മുന്നിലൂടെ നീങ്ങിയ റോഡ് ഷോ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനു മുന്നിലാണ് അവസാനിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.